പ്രായം എത്രയായാലും ഒന്ന് നടക്കാൻ ആഗ്രഹിക്കാത്തവർ ലോകത്തെവിടെയും ഉണ്ടാവില്ല. ലോകമെമ്പാടുമുള്ള ജനങ്ങളെ ഏതാണ്ട് ഒരേ രീതിയിൽ അലട്ടുന്ന പ്രശ്നമാണ് മുട്ടുതേയ്മാനം. 45 കഴിഞ്ഞവർക്ക് മുട്ടുതേയ്മാനം കണ്ടുവരുന്നുണ്ട്. മുട്ടുതേയ്മാനം സംഭവിച്ചവർ മുട്ടുമടക്കാൻ പോലും കഴിയാതെ വീടിനുള്ളിൽ ഒതുങ്ങിക്കൂടേണ്ടി വരുന്ന അവസ്ഥയാകും. അത്തരം രോഗികളുടെ ജീവിതം തന്നെ മാറുന്ന വിധത്തിൽ നൂതന സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുള്ള ശസ്ത്രക്രിയ പ്രചാരം നേടിക്കഴിഞ്ഞു. കൃത്രിമ മുട്ട് മാറ്റിവെക്കുന്നതിനായി സാങ്കേതിക വിദ്യ സ്വന്തം പരീക്ഷണാടിസ്ഥാനത്തിൽ കണ്ടെത്തുകയും അതിൽ വിജയം കാണുകയും ചെയ്ത വ്യക്തിയാണ് ഡോക്ടർ പ്രേംകുമാർ. വടക്കാഞ്ചേരിയിലെ മാക്സ് കെയർ ഹോസ്പിറ്റലിലാണ് ഡോക്ടർ സർവീസ്. ഇവരുടെ ഈ സേവനം എന്നെ കേൾക്കുന്ന നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഡോക്ടറെ കോണ്ടാക്ട് ചെയ്യണം. അങ്ങനെ നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾ മാറ്റട്ടെ. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇത്രേ ചിന്തിക്കാറുള്ളൂ. ഞാൻ കാരണം ഒരു മനുഷ്യന്റെ ബുദ്ധിമുട്ടുകൾ മാറ്റാൻ പറ്റിയാൽ, എല്ലാ ബുദ്ധിമുട്ടും അവരുടെ മാറ്റാൻ നമുക്ക് പറ്റില്ല, ഒരു ബുദ്ധിമുട്ടെങ്കിലും മാറ്റാതെ രണ്ടെണ്ണം മാറ്റല്ലേ? രണ്ട് ബുദ്ധിമുട്ട് മാറ്റാം കേട്ടാ. കാലിന്റെ മുട്ടിന്റെ ബുദ്ധിമുട്ട് അത് നമ്മൾ മാറ്റി തരും. ചുരുക്കി പറഞ്ഞാൽ ഈ വടക്കാഞ്ചേരിക്കാരൻ ഡോക്ടർ പ്രേംകുമാറിന് മുന്നിൽ മുട്ടുമടക്കാത്തവർ ആരും ഉണ്ടാകില്ല. വടക്കാഞ്ചേരി നഗരസഭയുടെ നേതൃത്വത്തിൽ ഗവൺമെന്റ് മോഡൽ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് ലാപ്ടോപ്പുകൾ വിതരണം ചെയ്തു. 2024-25 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി 10 ലക്ഷം രൂപ വിനിയോഗിച്ചാണ് 30 ലാപ്ടോപ്പുകൾ വാങ്ങി വിദ്യാലയത്തിലേക്ക് വിതരണം ചെയ്തത്. വിദ്യാർത്ഥികളുടെ പഠന നിലവാരം മെച്ചപ്പെടുത്തുന്നതിനോടൊപ്പം സാങ്കേതിക വൈജ്ഞാനിക മേഖലകളിലേക്ക് വിദ്യാർത്ഥികളുടെ അറിവുകളെ പരിപോഷിപ്പിക്കുകയാണ് ഇതിലൂടെ നഗരസഭ ലക്ഷ്യം വെക്കുന്നത്. ഇനി വിദ്യാലയത്തിലെ കമ്പ്യൂട്ടർ ലാബിൽ നിന്നും കുട്ടികൾക്ക് പഠനാവശ്യത്തിനായി ലാപ്ടോപ്പ് ആവശ്യാനുസരണം ഉപയോഗിക്കാം. ലാപ്ടോപ്പുകളുടെ വിതരണ ഉദ്ഘാടനം നഗരസഭാ ചെയർമാൻ PN സുരേന്ദ്രൻ നിർവഹിച്ചു. കഴിഞ്ഞ വർഷത്തെ പദ്ധതിയിൽ അതിൻ്റെ നിർദ്ദേശം വരികയും ആ നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവിടുത്തെ വിദ്യാർത്ഥികൾക്ക് പഠിക്കാൻ ആവശ്യമായിട്ടുള്ള ലാപ്ടോപ്പ് 10 ലക്ഷം രൂപയുടെ പ്രൊജക്റ്റാണ് അവിടേക്ക് വെച്ച് ഈ പദ്ധതി ലാപ്ടോപ്പ് പദ്ധതി ഇപ്പോൾ നടപ്പിലാക്കുന്നത്. ഏകദേശം 30ഓളം വരുന്ന ലാപ്ടോപ്പുകൾ അല്ലേ അവിടേക്ക് കൊടുക്കാൻ വേണ്ടി കഴിയും. IT രംഗത്ത് കേന്ദ്രീകരിച്ചുകൊണ്ടാണ് പ്രധാനപ്പെട്ട പ്രവർത്തനം എന്നുള്ളതുകൊണ്ട് തന്നെ സർക്കാർ സ്കൂളിൽ വരുന്നത് പാവപ്പെട്ട വിദ്യാർത്ഥികളാണ് ബഹുഭൂരിപക്ഷം എന്നുള്ളതുകൊണ്ട് തന്നെ അവിടേക്ക് അവരുടെ വിദ്യാഭ്യാസത്തിന് ഒരു തടസ്സമില്ലാത്ത രീതിയിൽ കാര്യങ്ങൾ നടപ്പിലാക്കണം എന്ന കാഴ്ചപ്പാടിന്റെ ഭാഗമായിട്ടാണ് നഗരസഭാ ഭരണസമിതി പ്രൊജക്ട് വെച്ചിട്ടുള്ളത്. വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ CV മുഹമ്മദ് ബഷീർ, കൗൺസിലർമാരായ AD അജി, TH സരിത, ബിജീഷ്, ബുഷറ റഷീദ്, നഗരസഭാ സെക്രട്ടറി KK മനോജ്, ഹയർ സെക്കൻഡറി പ്രിൻസിപ്പാൾ സുനിത ജോൺ, VHSC പ്രിൻസിപ്പാൾ ലതീഷ് ആർനാഥ്, PTA പ്രസിഡന്റ് CR നിഷാദ് തുടങ്ങിയവർ പങ്കെടുത്തു. കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. Facebook ഫോളോ അപ്പ് ചെയ്യുക. വാർത്തകൾ വേഗത്തിലറിയാൻ Anytime News.